വടകരയിൽ അധ്യാപികമാരുടെ MDMA ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കൂടി ഇന്ന് നടന്നു. ഇരുവരുടെയും കൂടെ BRCയിൽ ജോലി ചെയ്ത മറ്റൊരു അധ്യാപികയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. വടകരയെ ഞെട്ടിച്ച MDMA കേസിൽ വൻ വഴിത്തിരിവ്. കേസിൽ ഒരു അധ്യാപിക കൂടി പോലീസ് പിടിയിലായി. പേരാമ്പ്ര BRCയിൽ ജോലി ചെയ്തിരുന്ന നീഷ്മ എന്ന അധ്യാപികയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 അധ്യാപികമാരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വൻലഹരി മാഫിയ ശൃംഖലയുമായി പ്രതികൾക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്സുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കിയതായി വടകര അന്വേഷണ ചുമതലയുള്ള വടകര CI AV ദിനേശ് പറഞ്ഞു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വമ്പന്മാർ കുടുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടകരയിൽ കഴിഞ്ഞ ജൂൺ മാസം അവസാനം റിപ്പോർട്ട് ചെയ്ത MDMA കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. അതും ഒരു അധ്യാപിക തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് വലിയ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതി നീഷ്മ എന്ന അധ്യാപികയാണ്. അവരും പേരാമ്പ്ര BRCയുടെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ്. കസ്റ്റഡിയിലെടുക്കും. അത് അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ശക്തമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും.